ക്ഷമിക്കും പ്രഭു. ആ പുരോഗതിയാണത്രേ നമ്മെ ഈ കാഴ്ചകളൊന്നും നാം അഭിരമിപ്പിക്കുന്നില്ല. ശരിയാണ് പ്രഭു. കുട്ടികൾ, ദൈവ സാന്നിധ്യമുള്ളവർ, മാലാഖമാർ, എന്റെ മനസ്സ് കുളിർത്തു. കുട്ടികളെ, മുതിർന്നവരെ ഈ വിധം കല്ലെടുത്തറിയുകയും വഴിയെടുത്തടിക്കുകയും പാടുണ്ടോ? പാടില്ല, പാടില്ല. ഓ, ഇത് കളിയായിരുന്നല്ലേ? ക്രിക്കറ്റ് കണ്ടാൽ അറിയാത്ത മണ്ടന്മാർ. കുട്ടികളെ, മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ അല്പം മര്യാദയാകാം. കുട്ടികളായാൽ ഒരല്പം വിനയം, ദയ, ഭക്തി, അനുസരണ ഇവയൊക്കെ ഉണ്ടായിരിക്കേണ്ടതല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ പോലെ ഭയമില്ല. പിന്നെ അല്ലേ നിങ്ങൾ അനുസരണം എന്ന വാക്കിന്റെ അർത്ഥമാണെങ്കിൽ പല നിഘണ്ടുവും നോക്കേണ്ടി വരും അല്ലേ? പ്രഭു, നമുക്ക് ഈ കുട്ടികളുടെ അച്ഛനെ ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. ശരി തന്നെ, കുട്ടികളെ ഈ വിധം നടത്താം. ദേവലാൽ പാമ്പിനെ പോലെ വരുന്നു. കണ്ട് താമര താമര. അതെ, നിങ്ങളാണോ ആ പോയ കുട്ടികളുടെ അച്ഛൻ? ആണെന്നാണ് വിശ്വാസം. അവന്മാർക്ക് തീരെ അനുസരണയില്ല. താന്തോന്നികൾ ഇദ്ദേഹത്തെ കല്ലെടുത്തെറിഞ്ഞു. അത്രയല്ല ചെയ്യുന്നത്, എന്നാ പറയുന്നത് ഉരുത്തി. താൻ ആരെന്ന് വിചാരം? ഇദ്ദേഹം ആരാണെന്നറിയുമോ? ദൈവമാണ്, സാക്ഷാൽ ദൈവം. അതൊന്നും ഇവിടെ പറയേണ്ട സാഹചര്യം. കുറെ നാളെ വിചാരിക്കുന്നു, കണ്ടോ നന്നായി സ്വൽപ്പം അടിക്കുന്നു. ഇത്തരം ആളുകളുടെ കൂടെ കഴിയുന്ന ആ കുട്ടികൾ എങ്ങനെ നന്നാകാനാണ്? നിങ്ങൾ എന്തിനിങ്ങനെ നശിക്കുന്നു? നല്ല കഥ. കേരള ഖജനാവ് താങ്ങിയെന്നത് ഞങ്ങളാണ്. ക്രിസ്മസിന് 40 കോടി ഞങ്ങൾ നൽകി. പുതുവത്സരത്തിന് നൽകാനല്ല യോഗ്യ. ഓ, ഒരു കാര്യം പറഞ്ഞു, പുതുവത്സരം ആശംസകൾ. എന്തൊരു നാറ്റം! ഓ, അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബത്തെ ആര് താങ്ങി നിർത്തും? ഈ സർക്കാരോ? അതിന് ചുണയുള്ള ആണുങ്ങൾ അവിടെ ഉണ്ട്. രഹസ്യമാണ്, ആരോടും പറയരുത്. പ്രഭു, ഇവിടെ നിന്നാൽ നാം അസുരരാകും. നമുക്കിവിടെ നിന്ന് പോകാം. ശരി തന്നെ. വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. കണ്ടില്ലേ പ്രഭു, ഒരു നാടിന്റെ ധാർമ്മിക അധപതനം. സേവലോകത്ത് സുരയുണ്ടെങ്കിൽ ഇത്ര വികല കോലങ്ങളില്ല.